ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ മുണ്ടക്കയിലുണ്ടായ സാധനം മൂന്നാറിലാണ് ഉണ്ടായെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അവിടെ തന്നെ പറയുന്നത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അതിന് രക്ഷപ്പെടുത്താൻ പോയവരോ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പോയി എന്ന്. ഭീതിതമായ രീതിയിൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും. ഈ ഡാമിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കാതിരിക്കട്ടെ. തകരാറ് സംഭവിക്കണമെങ്കിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് ഭൂചലനം, അല്ലെങ്കിൽ ഓവർഫ്ലോ. മഴ പെയ്താൽ എവിടെയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നും അത് പൊട്ടിയാൽ അത് എങ്ങോട്ടാണ് ഒഴുകുക എന്നും അത് എവിടെയൊക്കെ വരും, അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. ഇത് അത്ഭുതം എന്ന് വിചാരിക്കേണ്ട. ഇതിൻ്റെ ഇപ്പോൾ മുണ്ടക്കയുടെ 2 കിലോമീറ്റർ ഉള്ളൂ പുത്തുമലയ്ക്ക്. പുത്തുമലയിലാണ് 2019 ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു. രാത്രി 2 മണിക്ക് എന്താ അലർട്ട്? അത് 2 മണിക്ക് ഉണ്ടാവുന്ന ഉരുൾപൊട്ടൽ കിടന്ന് മരിക്കല്ലാണ്ട് വേറെ വഴിയില്ല. എത്ര 1000 കോടി രൂപയുടെ സമ്പത്താണ് 2018 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷം ഒലിച്ചു പോകുന്നത് നമുക്കറിയില്ല. കളമശ്ശേരിയിലും കാക്കനാട് മേഘവിസ്ഫോടനം ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടില്ല? ഇപ്പോഴും നമുക്ക് 2014 ഒറ്റയുള്ള ഒരു ഡിസാസ്റ്റർ മാപ്പ് അവിടെ. 2014 ഡിസാസ്റ്റർ മാപ്പിൽ ഇപ്പോൾ ഒരു അർത്ഥമില്ല. വയനാട്ടിൽ കുറെ വർഷങ്ങളായി പെടുന്ന ഹ്യൂം സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവരാണ് ഏറ്റവും കൃത്യമായ പ്രഡിക്ഷൻ കൊടുത്തത്. ഉരുൾപൊട്ടലിന്റെ ഭയാനകമായ ഓർമ്മ ഇന്നും മലയാളി വിട്ടുമാറിയിട്ടില്ല. വയനാട് ഒരു നടുക്കുന്ന ഓർമ്മ തന്നെയാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത എത്രത്തോളമുണ്ടെന്ന് ഒരുപക്ഷെ മലയാളികൾ മനസ്സിലാക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് വൺ ഇന്ത്യക്കൊപ്പം ചേരുന്നത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള CR നീലകണ്ഠനാണ്. സാർ നമസ്കാരം. സാർ, ഈ പരിസ്ഥിതി സംരക്ഷണമെന്ന് നമ്മൾ കാലക്കാലെ കൂടെ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്. അങ്ങ് വളരെ കാലമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. എന്താണ് വയനാട് കൊണ്ടും ചൂരൽമല ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം മാറി മാറി വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിൽ നിന്നൊരു കൃത്യമായ പാഠം പഠിക്കാൻ ഒരു പഠനം നടത്താൻ പോലും തയ്യാറാവുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പഠനം നടത്തിയിട്ടുണ്ട്, പഠനം നടത്താതിരിക്കുകയല്ല. പഠനം ഏറ്റവും പ്രഗത്ഭം എന്ന് പറയാവുന്ന ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഗാഡ്ഗിൽ റിപ്പോർട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് മുമ്പ് തന്നെ നിരവധി പഠനങ്ങളുണ്ട്. CDSന്റെ പഠനമുണ്ട്, സെസ്സിന്റെ പഠനമുണ്ട്. കാരണം കേരളം ഈ കാലാവസ്ഥാ മാറ്റമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വളരെ വൾണറബിളായ ഒരു സിറ്റുവേഷൻ കേരളത്തിലുമുണ്ട്. ഭൂചലനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ഉരുൾപൊട്ടലുകൾ, മണ്ണിടിച്ചിലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2018 യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയത്. ഇത്രയും വലിയ പ്രളയം വരും എന്ന് നമ്മൾ കണ്ടില്ല. എല്ലാവർക്കും വലിയ അബദ്ധം വന്ന പോലെ തോന്നി. അപ്പോഴും ഉരുൾപൊട്ടലിനെ കുറിച്ച് നമ്മൾ വല്ലാതെ വേവലാതിപ്പെട്ടിരുന്നില്ല. നമ്മൾ അന്നത്തെ രേഖ പരിശോധിച്ചാൽ അന്ന് ആളുകൾ ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ധാരാളം ഉരുൾപൊട്ടലുകൾ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതുമായി. ആള് മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉരുൾപൊട്ടലിനെ കുറിച്ച്, മണ്ണിടിച്ചിലിനെ കുറിച്ച് അറിയുന്നത്. യഥാർത്ഥത്തിൽ ഈ വർഷം തന്നെ ഇപ്പോൾ വയനാടിനൊപ്പം തന്നെ നിരവധി ഇടങ്ങളിലുണ്ട്. 2022 പാർലമെന്റ് റിപ്പോർട്ട് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. വളരെ കൃത്യമായതിൽ പറഞ്ഞൊരു കാര്യം, അതിനു മുമ്പുള്ള 6-7 വർഷങ്ങളിൽ ഇന്ത്യയിലുണ്ടായ മൊത്തം ഉരുൾപൊട്ടൽ മരണങ്ങളുടെ 59% കേരളത്തിലാണ് സംഭവിച്ചത്. എന്ന് പറഞ്ഞാൽ കേരളം എത്ര ചെറുതാണ്. മൊത്തം ഇന്ത്യ എടുക്കുമ്പോൾ ഹിമാലയൻസ് ഉണ്ട്, പശ്ചിമഘട്ടത്തിന്റെ തന്നെ മറ്റ് ഭാഗങ്ങളുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത തരത്തിൽ കേരളത്തിൽ ഉരുൾപൊട്ടും. ഇത് 2022 നമ്മുടെ കയ്യിലുണ്ട്. ഗാഡ്ഗിൽ ഇതെല്ലാം സമാഹരിച്ച് അന്ന് തന്നെ 2013 ഉണ്ടായി. ഞാനിപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റി വല്ലാതെ ആശങ്കപ്പെടുന്ന ആളല്ല. കാരണം ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പഴയതായി. ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ രൂക്ഷത ഭാവനയിൽ കാണാനേ ഗാഡ്ഗിലിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അത് യാഥാർത്ഥ്യമായി. അദ്ദേഹം അത് പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച്. കാരണം കാലാവസ്ഥ മാറ്റം എന്ന് ഇനി പറഞ്ഞുകൂടാ, കാലാവസ്ഥ പ്രതിസന്ധി വന്നിരിക്കുന്നില്ല. അപ്പൊ നമുക്ക് കാലാവസ്ഥ ഒരു പ്രതിസന്ധിയാണ്. കാലാവസ്ഥ പ്രതിസന്ധിയിൽ ഏറ്റവും വിനാശകരമായ, വൾണറബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന അപകടകരമായ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ മനസ്സിലാക്കും. പശ്ചിമഘട്ടം മാത്രമല്ല, നമ്മുടെ തീരപ്രദേശവും ഇതുപോലെ തന്നെ പ്രതിസന്ധിയാണ്. സുനാമി മാത്രമല്ല, അതിനുശേഷം നിരവധി ഉണ്ടാവുന്നു. കള്ളക്കടൽ പോലെയുള്ള നിരവധി പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ ഇടനാട് നമ്മൾ 2018-ലും 2019-ലും ഒക്കെ കണ്ടതുപോലെ എവിടെ വേണമെങ്കിലും വെള്ളം പൊങ്ങാം. എന്തിന്? ഏറ്റവും വികസിതം എന്ന് പറയുന്ന കൊച്ചി നഗരം വരെ ഏത് സമയത്ത് മുങ്ങിപ്പോകാവുന്ന അവസ്ഥയുണ്ട്. കുട്ടനാട് നിരന്തരമായ ഭീഷണിയിലാണ്. അപ്പോ കേരളം കാലാവസ്ഥാ മാറ്റത്തെ നേരിടാൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അപകടകരമായ വിധത്തിൽ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. ഈ പഠനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല? 2018-ലെ ഫ്ലഡിന് ശേഷം കേരള നിയമസഭാ സമിതി ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായ റിപ്പോർട്ടുണ്ട്.
ആ റിപ്പോർട്ട് നമുക്ക് വേണമല്ലോ. ഇപ്പൊ ഗാഡ്ഗിൽ വേണോ വേണ്ടോ എന്നുള്ള ട്രിവിയൽ ചോദ്യത്തിലാണ് നമ്മൾ നിൽക്കണേ. അതെ. അപ്പൊ ആളുകൾ പറയുന്ന പോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് അങ്ങനെ നടപ്പാക്കിയാൽ മതി എന്തോന്നും ഞാൻ പറയില്ല. കാരണം ഗാഡ്ഗിൽ നടപ്പാക്കാൻ അൽബിൽ കൊണ്ട് നടപ്പാക്കാൻ ഗാഡ്ഗിൽ പറഞ്ഞിട്ടില്ല. ഗാഡ്ഗിൽ തന്നെ പറഞ്ഞത് അത് ചർച്ച ചെയ്യണമെന്ന്, ഗ്രാമസഭകളടക്കം. ഗ്രാമസഭകളിൽ അത് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്ത് എന്ത് ചെയ്യണം, എന്ത് നടപ്പാക്കണം തീരുമാനിക്കുന്ന സർക്കാരുകളല്ലേ, ഗാഡ്ഗിലല്ലല്ലോ. ഗാഡ്ഗിലും ഇപ്പൊ ഇവിടെ എന്തെല്ലാം കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന ആരെങ്കിലും അതിനെ പറ്റി പറയുന്നതാണ് അല്ലല്ലോ. അപ്പൊ ഗാഡ്ഗിൽ ചില സൂചനകളാണ് നമുക്ക് തന്നത്. ആ സൂചനകളെ നമ്മൾ അട്ടിമറിച്ചത് കസ്തൂരി രംഗനും ഉമ്മനും പോലെയുള്ള ചില യാന്ത്രിക പ്രവർത്തനത്തിലൂടെയാണ്. അപ്പൊ പശ്ചിമഘട്ടം വളരെ സെൻസിറ്റീവ് ആയ ഒരു ഏരിയയാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. നമ്മുടെ ഭരണകൂടങ്ങൾ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ, ഈ കേരളം മാത്രമല്ല 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഈ ഖനന പ്രവർത്തനങ്ങൾ, യന്ത്രക്കൈ കൊണ്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ ക്വാറികൾ, ഇവയ്ക്കെല്ലാം തടസ്സം അവിടെ വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ അവിടെ വരല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാധവ് ഗാഡ്ഗിൽ. പക്ഷേ കസ്തൂരി രംഗൻ ഇത് അട്ടിമറിക്കുകയല്ലേ ചെയ്തത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. മാധവ് ഗാഡ്ഗിൽ ഹോളിസ്റ്റിക് ആയി പശ്ചിമഘട്ടത്തെ കാണുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകെ സമഗ്രമായി. അദ്ദേഹം ഒരിക്കലും എന്തെങ്കിലും ചെയ്യണം ചെയ്യരുത് എന്നല്ല പറഞ്ഞു. എക്കോളജിക്കലി സെൻസിറ്റീവായ സോൺസ് പശ്ചിമഘട്ടത്തിലുണ്ട്. അത് എത്ര വലുതാണ്, അദ്ദേഹത്തിന്റെ ഗ്രിഡ് 9 കിലോമീറ്ററിന്റെ 9 കിലോമീറ്റർ ഗ്രിഡ് ആയതുകൊണ്ട് ഇപ്പോൾ 81 സ്ക്വയർ കിലോമീറ്ററും ESZ ആണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഈ സ്ക്വയറിൽ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് പല സ്ഥലത്തും വനമുണ്ട്, ചില സ്ഥലത്ത് വനത്തിന് തൊട്ടടുത്ത മേഖലയുണ്ട്, വളരെ ചെരിഞ്ഞ പ്രദേശങ്ങളുണ്ട്, നദിയുടെ ഉത്ഭവ സ്ഥാനങ്ങളുണ്ട്, അങ്ങനെ നിരവധി സംഗതികളുണ്ട്. അപ്പൊ അത് പരിഗണിക്കണം, അത് സൂക്ഷ്മമായി പരിഗണിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതിന് ചില വില്ലേജുകൾ മാത്രമാക്കി അത് മാറ്റി. ഒരു വില്ലേജ് പോലും നമുക്ക് അങ്ങനെ പൂർണ്ണമായും പാരിസ്ഥിതിക ദുർബലമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വില്ലേജിന്റെ ഒരു ഭാഗം കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ വയനാട് ഉണ്ടായ സംഭവം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വയനാട് പുത്തുമലയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ കവളപ്പാറ ഉണ്ടായത്, അല്ലെങ്കിൽ പെട്ടിമുടി ഉണ്ടായത്, യഥാർത്ഥത്തിൽ അവിടമാണോ അപകടകരം? ഇത് ഉണ്ടായ സ്ഥലം മാത്രമല്ല അപകടം, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തല്ല അപകടം ഉണ്ടായത്. കാരണം അവിടെ മനുഷ്യരില്ല, പക്ഷെ അതിന് താഴേക്ക് മുഴുവൻ മനുഷ്യരായിരുന്നു. അപ്പോ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു സംഗതിയൊക്കെ വരുന്നത്. ഇപ്പൊ ഈ പരിസ്ഥിതി ദുർബല മേഖലയെ കുറിച്ച് നമ്മൾ പറയിടാവണ്ട, ഇനി ഡിസാസ്റ്റർ പ്രോൺ ഏരിയയെ കുറിച്ച് പറയിടായോ. അതാണ് വയനാട് നൽകുന്ന സൂചന. നിങ്ങൾ പരിസ്ഥിതി ദുർബലമാണോ അല്ലയോ എന്നുള്ളത് പരിസ്ഥിതി എന്നുള്ള വാക്കിന് വേണമെന്നില്ല. ഇനിയിപ്പോ ആ വാക്കിന് പകരം ഡിസാസ്റ്റർ എന്ന വാക്ക് വെച്ചാലും എനിക്ക് യാതൊരു, ഞാനൊരു ഡിസാസ്റ്ററിനെ ഭയപ്പെടുന്ന ആളാണ്, ഒരു ദുരന്തങ്ങളെ ഭയപ്പെടുന്ന ഒരാളാണ്. അപ്പൊ പരിസ്ഥിതികമായ തകർച്ച ദുരന്തങ്ങളിലേക്ക് നയിക്കും എന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത്. തീർച്ചയായും അതാണ് കാര്യം. അത് അവിടെ ഇവിടെയാണ് പരിസ്ഥിതി ദുർബലം എന്ന് പറഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാവുന്നല്ല, മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്തേക്ക് അപകടം ഉണ്ടാവും. അപ്പൊ മനുഷ്യൻ എവിടെയൊക്കെ ജീവിക്കാം, എങ്ങനെയൊക്കെ ഇടപെടാം. ഞാൻ അതാണ് 2018 പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ടാണ് UN നേതൃത്വത്തിൽ PDN റിപ്പോർട്ട് വന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ അനാലിസിസ് റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ട് നമ്മുടെ ഉണ്ട്. നമ്മൾ ഇപ്പോഴും നമുക്ക് 2014 ഒറ്റയുള്ള ഒരു ഡിസാസ്റ്റർ മാപ്പാ ഉള്ളൂ. 2014 ഡിസാസ്റ്റർ മാപ്പിന് ഇപ്പൊ ഒരു അർത്ഥമില്ല. കാരണം 2018 ശേഷം നമുക്കൊരു ഫ്ലഡ് മാപ്പ് ഉണ്ടായിട്ടില്ല. 2018 ശേഷം അപ്പൊ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നാളെ ഒരു ഡാം തുറന്നു വിട്ടാൽ നിങ്ങളുടെ വീട്ടിൽ, ഞാൻ ഹൈക്കോടതി പോയതായിരുന്നു, നിങ്ങളൊരു ഡാം തുറന്നു വിട്ടാൽ അല്ലെങ്കിൽ ഇത്ര മഴ പെയ്താൽ ഇവിടെ ഇത്ര വെള്ളം എന്റെ വീട്ടിൽ പൊങ്ങും എന്ന് എനിക്കറിയണമല്ലോ. അതിനുവേണ്ടി ഫ്ലഡ് മാപ്പ് വേണ്ടേ? ഇപ്പൊ നമ്മുടെ GPS ഉണ്ട്, വളരെ കൃത്യമായും എത്ര വെള്ളം എവിടേക്ക് ഒഴുകി വരും അറിയാനുള്ള മെത്തഡോളജി ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്ലഡിന്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഡൈനമിക് ആയിട്ടുള്ള ഒരു ഫ്ലഡ് മാപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ, തീർച്ചയായും നമുക്കറിയാം അവിടെ തുറന്നു വിട്ടാൽ എത്ര വെള്ളം പെരുമ്പാവൂർ വരും, എത്ര കോതമംഗലത്ത് വരും, എത്ര നേരിയമംഗലത്ത് വരും, എത്ര ആലുവയിൽ വരും, എത്ര പറവൂര് വരും എന്നൊക്കെ അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ഡൈനമിക് മോഡൽ ഉണ്ടാക്കാം. ഇതിന് ഞാൻ ഹൈക്കോടതി പോയിട്ട് ഇതുവരെ ഗവൺമെന്റ് അതിന് മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ അത് പറയാൻ കാരണം, എന്തുകൊണ്ടാണ് പാരിസ്ഥിതിക ദുർബലമായ പ്രദേശങ്ങൾ സർക്കാരുകൾ മൈൻഡ് ചെയ്യാത്തത്. അപ്പൊ പറഞ്ഞൊരു കാര്യം, ഇത് വികസനത്തെ ബാധിക്കും, ജനങ്ങളെ ബാധിക്കും. ജനവാസ മേഖലയും തോട്ടങ്ങളും ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് പാരിസ്ഥിതിക ദുർബല മേഖലയാക്കണം എന്നാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. എനിക്ക് ചിരിയും വരുന്നുണ്ട്, വിഷമം വരുന്നു. പാരിസ്ഥിതിക ദുർബല മേഖല ഏതാണെന്നുള്ളതല്ല, ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഏതാണെന്നാണ് അറിയണ്ടേ. അപ്പൊ അത് ഞാൻ പറയാം, പാരിസ്ഥിതിക ദുർബല മേഖലയായിരുന്നില്ല ഈ പറഞ്ഞ മുണ്ടക്കൈ. മുണ്ടക്കൈയുടെ മുകളിലാണ് പാരിസ്ഥിതിക ദുർബല മേഖല.
അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ നമ്മുടെ വീക്ഷണത്തിൽ വലിയ വ്യത്യാസം വരേണ്ടിയിരിക്കും. അതെ. പരിസ്ഥിതി ദുർബല മേഖലയാണെന്ന് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയുകയല്ല. നമ്മൾ പുതിയ അനുഭവങ്ങളും 2018 മുതലുള്ള മഴയുടെ പാറ്റേണും പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം വന്നു. എല്ലാവർക്കും അറിയാം സാർ. അതുപോലെ നമ്മൾ ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് ഇത് കേൾക്കാൻ, മലയാളി ഒരു പക്ഷേ കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്ത കാലത്താണ്. ഇതൊക്കെ ഇത്രത്തോളം തീവ്രമായിട്ട് ഒരു പ്രദേശത്ത് മാത്രം വലിയ മഴ പെയ്യുന്നു, ഈ വെള്ളം ഇരച്ചെത്തുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിലൊരു സയന്റിഫിക് ആയിട്ട് ഇതിനെ എങ്ങനെ നേരിടണമെന്ന് സർക്കാരിന് പോലും ഇപ്പോഴും കൃത്യമായിട്ട്. അവിടെയാണ് തമാശ. നമ്മൾ ഒരു 10 വർഷം മുമ്പ് ഒരിക്കലും ബംഗാൾ ഉൾക്കടലിൽ അല്ലാതെ ന്യൂനമർദ്ദം എന്ന് കേട്ടിട്ടില്ല, ഡിപ്രഷൻ. ഇപ്പൊ നമുക്ക് അറബിക്കടലിൽ ശക്തമായ ന്യൂനമർദ്ദങ്ങൾ വരും. ന്യൂനമർദ്ദ പാത്തി, തോണി എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ വാക്കുകൾ കേൾക്കുന്നു. എന്തുകൊണ്ട് അറബിക്കടലിൽ ന്യൂനമർദ്ദം മുമ്പ് ഉണ്ടാവാതിരുന്ന് ഇപ്പോൾ ഉണ്ടായത്? കാലാവസ്ഥ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കടലാണ്. കാരണം കടലിലെ താപം കൂടുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മഴയുണ്ടാവുന്നത്. കടലിലെ വെള്ളത്തിന്റെ താപം മഴയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. മഴയെ മാത്രമല്ല ജലപ്രവാഹങ്ങളെ ബാധിക്കുന്നുണ്ട്, കാറ്റിനെ ബാധിക്കുന്നുണ്ട്. കാരണം കടലിന്റെ മുകളിൽ ചൂടായാൽ കാറ്റിന്റെ ഗതിയിൽ വ്യത്യാസം വരും. അപ്പോൾ പശ്ചിമഘട്ടം എന്നതുപോലെ തന്നെ അറബിക്കടലിൽ വളരെ ഗൗരവതരമായ മാറ്റം ഉണ്ടായിരിക്കും. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ കള്ളക്കടൽ എന്ന് നേരത്തെ പറഞ്ഞു, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ഈ അതിശക്തമായ മാറ്റം, ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്ര വൾനറബിൾ ആക്കിയത്. കാരണം കേരളത്തിൽ ഈ കാലവർഷം വരാറുണ്ട്, പക്ഷെ കാലവർഷം വളരെ ദൂരെ നിന്നുള്ള ഒരു ഉത്ഭവമാണ്. അത് അറബിക്കടലിന്റെ വേറെ ഒരു അറ്റത്ത് നിന്ന് മേഘം വന്ന് ഇവിടെ വന്ന് പെയ്യാണ്. ഇപ്പൊ അങ്ങനെയല്ല. അറബിക്കടലിൽ തന്നെ വളരെ പെട്ടെന്ന് മേഘങ്ങൾ ഉണ്ടാവുകയും ആ മേഘങ്ങൾ അതിവേഗം സഞ്ചരിച്ച് ഒരു പ്രഡിക്ഷന് പോലും സാധ്യമല്ലാത്ത വിധം പശ്ചിമഘട്ടത്തിൽ വന്ന് പെയ്യുകയും. അതുകൊണ്ടാണ് മേഘത്തിന് ഇത്ര കട്ടി ഉണ്ടാവുന്നതാണ് ഞാൻ ശാസ്ത്രീയമായി എൻ്റെ ചില വായനകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിശക്തമായ മഴ, അതിനെ നിങ്ങൾക്ക് മേഘവിസ്ഫോടനമെന്നോ അതൊക്കെ പേര് പറയുന്നതിന് ഒരു കാര്യമില്ല. അപ്പോ കാലാവസ്ഥാ മാറ്റം ഇത്തരത്തിലൊക്കെ ഉണ്ടാവാം. ഈ വർഷം തന്നെ മേഘവിസ്ഫോടനം കളമശ്ശേരി വരെയുണ്ട്. നമ്മള് കളമശ്ശേരിയിലും കാക്കനാട് മേഘവിസ്ഫോടനം ഉണ്ടാകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിക്കൂടാ? കാരണം ഈ അറബിക്കടലിൽ നിന്നുള്ള ഈ മേഘം അവിടെ എത്തുന്നതിന് മുമ്പ് അതിശക്തമായ മേഘമാണ്. അത് എവിടെയാ പെയ്യണെന്ന് അവിടെ അങ്ങ് പെയ്യാണ്. പണ്ട് പഴമക്കാർ പറയുമായിരുന്നു ഇടവപ്പാതി വരാൻ തയ്യാറെടുപ്പുകൾ വേണമെന്ന്. ഇന്ന് ഇടവപ്പാതി എപ്പോൾ എത്തുന്നു, എങ്ങനെ പെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മെയ് മാസത്തിൽ തന്നെ ഇടവപ്പാതിക്ക് മുമ്പ് തന്നെ മഴ എത്തുകയാണ്. കാലവർഷത്തിന് മുമ്പേ വേനൽ മഴ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൊത്തത്തിൽ ഇത് കാലാവസ്ഥ തന്നെ മാറുന്നുണ്ടല്ലേ സാർ? തീർച്ചയായിട്ടും കാലാവസ്ഥ ഗൗരവതരമായി മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ അത് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കാലാവസ്ഥാ മാറ്റത്തെ കുറിച്ച് ഒരുപാട് പഠനം ഐക്യരാഷ്ട്രസഭയടക്കം നടത്തിയിട്ടുണ്ട്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന അവർ എത്ര കൊല്ലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാദേശിക കാലാവസ്ഥയിലും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട്. മറ്റു നിരവധി സ്ഥാപനങ്ങൾ കാലാവസ്ഥയുടെ IMD നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ പ്രശ്നം അതല്ല. കാലാവസ്ഥ നിങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇങ്ങനൊരു കാലാവസ്ഥ വന്നാൽ കേരളം എന്താ ചെയ്യേണ്ടത്? ഇപ്പോ കാലാവസ്ഥ മാറ്റത്തെ പരിവർത്തനം ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. അതിതീവ്ര മഴ വരുന്നതിനെ തടയാൻ നമ്മളെ കൊണ്ടാവില്ല. കാരണം അതിപ്പോ ആഗോളതലത്തിലുള്ള ചില പ്രതിഭാസങ്ങളുടെ ഭാഗമാണ്. ഗ്ലോബൽ വാർമിംഗ് അതിന്റെ ഭാഗമായി വരുന്നതിന്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ വഴിയിൽ മുള്ളുണ്ടെങ്കിൽ നമ്മള് എല്ലാം മുള്ളെടുത്ത് മാറ്റി നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ കാലിലൊരു ചെരുപ്പിടും വേണ്ടേ? നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെയാണ്. നമുക്ക് വികസനം വേണോ പരിസ്ഥിതി വേണോ എന്നുള്ള തർക്കത്തിൽ, ഗാഡ്ഗിൽ വേണോ വസ്തുരംഗം വേണോ എന്നുള്ള തർക്കമല്ല. നമ്മുടെ ജനതയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സ്റ്റേറ്റിനുണ്ട്, സമൂഹത്തിനുണ്ട്. അതെ. പക്ഷെ അവിടെ അങ്ങനെ ഒരു വിഷയം നിൽക്കുമ്പോൾ തന്നെ കേന്ദ്രമന്ത്രിമാരുടെ വലിയൊരു അഭിപ്രായം വന്നു, കേന്ദ്രത്തിന്റെ അഭിപ്രായം വന്നു. ഈ വയനാട്ടിൽ ഒരു പ്രശ്നബാധിത മേഖലയാണെന്ന് മുൻകൂട്ടി തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്ന് അമിത്ഷാ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. പക്ഷേ ഇത് സർക്കാർ അതിന് തയ്യാറായില്ല. അവിടെ നടപടികൾ എടുക്കാനുള്ളൊരു മുൻകരുതൽ എടുക്കാനുള്ളൊരു കുറവ് അവിടെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അല്ല, അതായത് അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒരു ദീർഘകാല പ്രശ്നമുണ്ട്, ഒരു ഹ്രസ്വകാല പ്രശ്നമുണ്ട്. അമിത്ഷാ പറയുന്നതിലൂടെ എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അമിത്ഷാ പറയുന്നത് അത്ര ശരിയല്ല. ഇവിടെ മഴ പെയ്യും, ഓറഞ്ച് ഉണ്ടാവും, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അപകടം ഉണ്ടായപ്പോ പറയുന്നുള്ളൂ, അപകടം ഉണ്ടായില്ലെങ്കിൽ ഇത് പറയില്ല. അപകടം ഉണ്ടാവുന്നത് അപകടമാണ്, അതൊരു ആക്സിഡന്റ് ആണ് അർത്ഥത്തിൽ. പക്ഷേ ഇനിയിപ്പോ അമിത്ഷാ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതിനേക്കാളും പ്രധാനമായി വയനാട്ടിൽ കുറെ വർഷങ്ങളായി ഹ്യൂം സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, അവരാണ് ഏറ്റവും കൃത്യമായ പ്രഡിക്ഷൻ കൊടുത്തത്.
വയനാട്ടിൽ 200 കേന്ദ്രങ്ങളിൽ അവർ മഴയുടെ വിന്യാസം പഠിക്കുന്നുണ്ട്, മഴയുടെ അളവും വിന്യാസവും പഠിക്കുന്നുണ്ട്. അവര് ഒരു 2-3 ദിവസം മുമ്പ് തന്നെ ഈ പ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഴ അതിശക്തമായ തീവ്രമായ മഴ വയനാട്ടിലുണ്ടാവും, അങ്ങനെ ഉണ്ടായാൽ അത് അപകടകരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഗവൺമെന്റ് മുൻകൂട്ടി കിട്ടിയാലും ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റുക? ഗവൺമെന്റിന് ഒന്നും ചെയ്യില്ല ഗവൺമെന്റ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്താ? ഡിസാസ്റ്റർ തടയാനുള്ള മാർഗവും നമ്മുടെ കയ്യിലില്ല. ഡിസാസ്റ്റർ വന്നാലുള്ള പ്രിപ്പയർഡ്നെസ് എന്താ? നമ്മൾ പഴയ കഥ തന്നെയാണ്. എല്ലാവരും ഒത്തുചേരുന്നു, കുറെ ചർച്ചകൾ വരുന്നു, ഇങ്ങനെ ഞങ്ങൾ ഇതാ ഒന്നാണ്, മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആ സ്ഥിരമായി വാചകം ഒഴിച്ചാൽ ഇതിൽ ഒരു മരണമെങ്കിലും കുറയ്ക്കാൻ, ഒരുപക്ഷെ ഉണ്ടായതിനു ശേഷം പോയി ആളുകളെ രക്ഷപ്പെടുത്തിയില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഡിസാസ്റ്ററിൽ ഉണ്ടായ ഒരു മരണം കുറയ്ക്കാൻ നമ്മൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നു? ഡിസാസ്റ്ററിന് മുമ്പ് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നു? ഇത് അത്ഭുതം എന്ന് വിചാരിക്കണ്ട. ഇതിന്റെ ഇപ്പോ മുണ്ടക്കയുടെ 2 കിലോമീറ്റർ ഉള്ളൂ പുത്തുമലയ്ക്ക്. പുത്തുമലയിലാണ് 2019 ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോഴും നമുക്ക് ഒരു മുൻകരുതൽ, ഇതിന് എന്തെങ്കിലും ഒരു സംവിധാനങ്ങളോ അലർട്ട് സംവിധാനങ്ങളോ? അല്ല, അലർട്ട് മാത്രമല്ല, അലർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. രാത്രി 2 മണിക്ക് എന്താ അലർട്ട്? അത് 2 മണിക്ക് ഉണ്ടാവണ ഉരുൾപൊട്ടൽ കിടന്ന് മരിക്കല്ലാണ്ട് വേറെ വഴിയില്ല. പക്ഷെ അതിന് മുമ്പാണ് ചെയ്യേണ്ടത്. അതിതീവ്ര മഴയുണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധ്യതയുണ്ടെങ്കിൽ ഈ ആളുകളെ അവിടുന്ന് മാറ്റി നിർത്താനെങ്കിലും നമുക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? യഥാർത്ഥത്തിൽ അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേന്ദ്രത്തിലിരിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയുടെയോ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെയോ ചുമതല മാത്രമല്ല. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. ഹൈലി ഡീസെൻട്രലൈസ്ഡ്. നമ്മൾ പണ്ട് കേട്ടിരുന്നു ഓരോ പഞ്ചായത്തിലും ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള സംവിധാനം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പല വില്ലേജ് ഓഫീസുകളിൽ ഒരു കേട്ടിട്ടുള്ളത്, ഒരു ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ ഒരു മൈക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട്, വയർലെസ് സംവിധാനവും വിളിച്ചു പറയാനുള്ള. ഇതുപോലും പ്രവർത്തിക്കുന്നില്ല ഇവിടെ ഒരു വില്ലേജിൽ. അതാ പറഞ്ഞ. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഡിസാസ്റ്റർ സേന ഉണ്ടാക്കും, സന്നദ്ധ സംഘടന ഉണ്ടാക്കും. ഇപ്പൊ ഈ കാണിക്കുന്ന ഇത്രയും ചെല്ലുന്ന ആളുകളുടെ 4-1 മതിയല്ലോ ഒരു ഡിസാസ്റ്ററിലെ ആളുകളുടെ മരണം കുറയ്ക്കാൻ. എവിടെയെങ്കിലും നമുക്കൊരു മുന്നറിയിപ്പ് നൽകി ആളുകളുടെ മരണം കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതാണല്ലോ ഏറ്റവും ശരിയായ ഒരു കാര്യം. അതിന് നമുക്ക് പോവാൻ കഴിഞ്ഞില്ല. അപ്പൊ ഏറ്റവും കുറവ് ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിൽ ചെയ്യണമെങ്കിൽ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് വേണം. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്നതാണ് പ്രധാനം. ഒന്ന്, ഡിസാസ്റ്റർ തടയുക, അതിന്റെ ആഘാതം കുറയ്ക്കുക. അതിനാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയും. മിറ്റിഗേഷൻ ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. മിറ്റിഗേഷനാണ് ഗാഡ്ഗിലും അതുപോലെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ PDN റിപ്പോർട്ട് പറഞ്ഞത്. നമ്മുടെ എവിടെയൊക്കെ ജീവിക്കാം, എവിടെ മനുഷ്യർ ജീവിക്കാം, എവിടെ പാടില്ല, എവിടെ കോറികൾ വേണം, എവിടെ നിർമ്മാണം നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് അന്നത്തെ പറഞ്ഞ്. അതിലേക്ക് നമ്മൾ ഒരു ശ്രദ്ധ ഇതുവരെ കൊടുത്തിട്ടില്ല, ഒരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അത് വികസനത്തെ തടയും എന്നാണ് നമ്മൾ പേടിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ഇപ്പോൾ നടത്തിയ നിർമ്മാണ പ്രവർത്തനമൊക്കെ ഒലിച്ചു പോയി എന്നുള്ളത് വേറൊരു കാര്യം. എത്ര 1000 കോടി രൂപയുടെ സമ്പത്താണ് 2018 മുതൽ ഇങ്ങോട്ട് ഓരോ വർഷവും ഒലിച്ചു പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ അത് വേറെ പ്രശ്നം. അപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ചോദ്യം വേറെയുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഈ അബദ്ധം കുറയ്ക്കാനോ അതിൽ വരുന്ന ആളുകളുടെ മരണം കുറയ്ക്കാനോ ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് നമുക്കില്ല. കേന്ദ്രവുമില്ല, സംസ്ഥാനവും ഇല്ല. നമുക്ക് NDRF ഉണ്ട് എന്നുള്ളതൊന്നും ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് അല്ല. അത് എപ്പോഴാ വരിക? ഇപ്പൊ പെട്ടിമുടി ദുരന്തം ഉണ്ടായി, നമ്മൾ ഓർമ്മയുണ്ടാവും. പെട്ടിമുടി എത്ര സമയം കഴിഞ്ഞിട്ട് അവിടെ മനുഷ്യൻ ചെന്നത്? പെട്ടിമുടി ചെന്നത് എത്ര സമയം കഴിഞ്ഞു? ഇതിപ്പോ വയനാട് കുറെ കൂടി ഉള്ള സ്ഥലമല്ലേ. അവിടെ പാവപ്പെട്ട ഈ തോട്ടം തൊഴിലാളികളൊക്കെ ജീവിക്കുന്ന അവിടെ എന്താ ഉണ്ടായത്? എന്ത് പ്രൊട്ടക്ഷനാണ് ഉണ്ടായത്? നമുക്കൊന്നുമില്ല, ഒരു ഡിസാസ്റ്റർ സംഗതിയില്ല. അപ്പൊ അതുകൊണ്ട് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയില്ല. അതിന് പക്ഷെ വേണമെങ്കിൽ ഇത് രണ്ടും വേണമെങ്കിൽ തുറന്ന ഹൃദയം വേണം. ഡിസാസ്റ്റർ വന്നിട്ട് നിങ്ങൾ പരിഗണിക്കൂ എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെ കോമാളിത്തരം കാട്ടിയാലും, ഞാൻ പറഞ്ഞത് ആളുകൾ നല്ല മനുഷ്യരാണ്, അവരെ അവിടെ ഓടിച്ചെന്ന് പരമാവധി സഹായിക്കാൻ നോക്കും. പക്ഷെ അവർക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതിയില്ലേ? തീർച്ചയായിട്ടും. അവർക്ക് ഏത് ഡിസാസ്റ്റർ സംവിധാനത്തിനും പോയി ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട്. കാരണം ഇപ്പൊ കാലാവസ്ഥ തന്നെ എത്ര പ്രതികൂലമായിട്ടാണ് വരിക നമുക്കറിയില്ല. ആ മഴ തുടരുകയാണ്. എത്ര സമയമാണ് നമുക്ക് കാലാവസ്ഥ കൊണ്ട് പോയത്? ഒരു പാലം ഒലിച്ചു പോയതുകൊണ്ട് എത്ര ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഒരു പാലം ഒലിച്ചു പോയി എന്നുള്ളതുകൊണ്ട് മാത്രം മുണ്ടക്കയിലേക്ക് എത്താൻ പറ്റാതിരുന്നുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്? അത് നമുക്ക് ഉണ്ടായേ പറ്റൂ. അതുണ്ടാവണമെങ്കിൽ എവിടെയാണ് ഡിസാസ്റ്റർ വരാൻ സാധ്യതയുള്ളത് നമ്മൾ മാർക്ക് ചെയ്യണം. പുതിയ ഡിസാസ്റ്റർ മാപ്പ് ഉണ്ടാക്കണം. ആ മാപ്പ് ഉണ്ടാക്കിയിട്ട് മഴയുടെ ഏതെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ ഈ ആളുകളെ മാറ്റണം.
പക്ഷെ അതിനൊക്കെയുള്ള സംവിധാനം എവിടെയുണ്ടോ? അതിന് വേണമെങ്കിൽ ഹൈലി ഡീസെൻട്രലൈസ്ഡ് ആണ്, വികേന്ദ്രീകൃതമായ ഒരു ഡിസാസ്റ്റർ പഞ്ചായത്ത് മാനേജ്മെന്റ് തലം വരെ. സംവിധാനമുണ്ട്, പഞ്ചായത്ത് തലത്തിൽ വേണം. അതെ. വെറുതെ ഒരു മൈക്ക് വെച്ച് ആളുകളെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മൈക്ക് വെച്ച് വിളിച്ച് പറഞ്ഞ് രാത്രി 2 മണിക്ക് ആര് കേൾക്കണു? അതും പെരുമഴയത്ത്. അതെ. ഭയങ്കര മഴ പെയ്യാണ്, നമ്മൾ എന്താ കേൾക്കണേ? മാത്രമല്ല ഈ ശബ്ദത്തിനിടയിൽ ഒന്നും കേൾക്കില്ല. അവിടെ തന്നെ പറയുന്നത് ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിന് രക്ഷപ്പെടുത്താൻ പോയവരോ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ പോയി എന്നാ. അതെ, അതെ. ഇത് എത്ര തവണ പൊട്ടുന്ന ആർക്കറിയാം? എത്ര മഴ പെയ്യും നമുക്കറിയാം. മഴ പെയ്താൽ അവിടെയാണ് പ്രശ്നം. മഴ പെയ്താൽ എവിടെയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നും അത് പൊട്ടിയാൽ അത് എങ്ങോട്ടാണ് ഒഴുകുക എന്നും അത് എവിടെയൊക്കെ വരും, അതാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്. Yes. എവിടെയാണ് ഇത് പൊട്ടാൻ സാധ്യതയുള്ളത്? ഇപ്പൊ പൊട്ടുന്നത് ഇവർ പറഞ്ഞ് പൊട്ടുന്നത് വനത്തിലാണ്, ആവാം, തോട്ടത്തിലാവാം. ഉരുൾപൊട്ടുന്നതിന് മാത്രമല്ല കാരണം, ഉരുൾപൊട്ടുന്നതിന്റെ ആഘാതം വലുതാക്കാൻ, ഇനി ഉരുൾപൊട്ടുന്നതിന്റെ എണ്ണം കൂട്ടാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താ? ഈ ഡിസാസ്റ്ററിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ, Yes. ഇന്റൻസിറ്റി കുറയ്ക്കാൻ, ഇമ്പാക്ട് കുറയ്ക്കാൻ. Yes. ഈ 3 കാര്യം. Yes. ഈ 3 കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സാറേ, ഇനിയുള്ള കാലഘട്ടം, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോഴും ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ കോട്ടം തട്ടാത്ത മേഖല തന്നെ തിരഞ്ഞെടുക്കണമല്ലോ, അതൊരു ചോദ്യമല്ലേ? അല്ല, ഇവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ 400 പേരോളം മരിച്ചുപോയി. അതെ. ഇനിയിപ്പോൾ എന്ത് പുനരധിവാസം ആവശ്യമില്ലല്ലോ ബാക്കിയുള്ള മനുഷ്യർക്ക്. അതെ. പക്ഷെ അത് അവരെ മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത തവണ ഉരുൾപൊട്ടുന്ന അവിടെ ആയിക്കൊള്ളുന്നില്ല. അതെ. അടുത്ത തവണ വേറെ സ്ഥലത്ത് ആയിക്കൂടെ? അപ്പൊ അവരെങ്ങനെ പുനരധിവസിപ്പിക്കും? അവരെന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറയുന്നത് പുനരധിവാസം ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രശ്നമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെടാത്ത മേഖലയിൽ ഇനി അപകട സാധ്യതയുള്ള ആളുകളുള്ള പരിശ്രമം. അത് വേണ്ടേ? അവരെ മാറ്റണം, അവരെ മാറ്റണ്ടേ? അതെ. എങ്ങനെ മാറ്റും? എന്ത് തന്നെ മാറ്റും? അവിടെയാണ് ഇപ്പൊ ഗാഡ്ഗിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ട. ഗാഡ്ഗിൽ പറഞ്ഞത് ഇവിടം വലിയ വലിയ പണികൾ നടത്തുന്നത് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ വിഷയം, ഇതിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നത്. താങ്കൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുന്നതിൽ നമ്മുടെ ഇടപെടൽ എത്രത്തോളം സഹായകമായിട്ടുണ്ട്? അതെ. മനുഷ്യന്റെ ഇടപെടൽ. ഇപ്പൊ നമ്മുടെ റോഡ് നിർമ്മാണം, ഇപ്പോൾ ദേവികുളം മൂന്നാർ ഗ്യാപ്പ് റോഡ് എല്ലാവരും ചർച്ച ചെയ്തതാണ്, ഇടുക്കി ജില്ലയിലെ. ആ ഗ്യാപ്പ് റോഡ് എല്ലാ വർഷവും 10 പ്രാവശ്യങ്ങളിൽ ഇടിയും. 10 പ്രാവശ്യം ഇടി. ഇത്തവണ തന്നെ നമുക്കറിയാം ആനച്ചാലില് വലിയ തോതിൽ ഇടിവുണ്ടായി, നേര്യമംഗലത്തുണ്ടായി, പല സ്ഥലങ്ങളിലും ഇത്തവണ താമരശ്ശേരിയിലുണ്ടായി, കോഴിക്കോട് ജില്ലയിലുണ്ടായി, ആതിരപ്പള്ളിയിലുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ മരിച്ചില്ല എന്നുള്ളത് ഒരു കാര്യം. മനുഷ്യരില്ലാത്ത ഏരിയയിലേക്ക് വന്നില്ല, അത്രേ ഉള്ളൂ. വന്നാൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? അപ്പോ ജീവശാസ്ത്രം, ഭൗമശാസ്ത്രം വേണം, ഹൈഡ്രോളജി വേണം, ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി നമ്മൾ പറയില്ലേ, സോഷ്യോളജി വേണം, അതിൽ മറ്റ് ഘടകങ്ങൾ വേണം, സാമ്പത്തിക ശാസ്ത്രം വേണം. ഇതെല്ലാം ചേർന്ന ഒരു 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 വിദഗ്ധ പഠനം നമ്മുടെ ഏരിയകളിൽ നടത്തുകയും അതനുസരിച്ചുള്ള ഒരു ഡിസാസ്റ്റർ മാപ്പ് ഉണ്ടാക്കുകയും അതനുസരിച്ചുള്ള ഒരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും അതിനുള്ള പ്രിപ്പയർഡ്നെസ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതില്ലെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടും. സാർ, ഇപ്പോഴും മുന്നിലുള്ള ഈ താങ്കളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു 4 ജില്ലകളെ കാർന്നു തിന്നുന്ന ഒരു ജലബോംബായിട്ട് മുല്ലപ്പെരിയാർ എന്ന പ്രശ്നം. സർക്കാർ ഇതിൽ ഒരു കേന്ദ്രത്തെ എത്രത്തോളം ഇതിൽ ബോധിപ്പിക്കാൻ പറ്റുന്നു? തമിഴ്നാടിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു? ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു നവീകരണം, പുതിയ ഡാം കിട്ടുന്നത് സംബന്ധിച്ച് കാലങ്ങളായുള്ള ചർച്ചയാണ്. ഒരു അപകടം വന്നു കഴിഞ്ഞ് മാത്രമേ നമ്മൾക്ക് അവിടെ ചർച്ച വരുന്നുള്ളൂ. മുല്ലപ്പെരിയാറിന് വേണ്ടി കാലാകാലങ്ങളായിട്ട് സംസാരിക്കുന്നവരുണ്ട്, താങ്കൾ ഉൾപ്പെടെ, സാർ ഉൾപ്പെടെ. ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഉടനടി ഇതിനൊരു പരിഹാരം കൊണ്ടുവരണ്ടേ? മുല്ലപ്പെരിയാർ തീർച്ചയായും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം 130-130 വർഷം പഴക്കമുള്ള ഒരു ഡാം കേരളത്തിന്റെ കിഴക്കേ അറ്റത്ത് ഇടുക്കിക്ക് മേലെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വലിയ ദുരന്തം തന്നെയാണ്. ഒരു ഡാം പഴകും തോറും അത് തകരാനുള്ള സാധ്യത കൂടുന്നു എന്നതും സത്യമാണ്. ലോകത്ത് തന്നെ 50-60 വർഷം കഴിഞ്ഞ ഡാമൊക്കെ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം, ഞാൻ ഈ പുതിയ ഡാം ഉണ്ടാക്കുന്നതിന് അനുകൂലിക്കുന്ന ആളുമല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, പുതിയ ഡാം ഉണ്ടാക്കാൻ ഒന്നാമത് സാധ്യതയില്ല, തമിഴ്നാട് സമ്മതിക്കില്ല. അതിൽ ലീഗലായ പ്രശ്നമുണ്ട്, കോൺട്രാക്ച്വലായ പ്രശ്നമുണ്ട്. കാരണം മുല്ലപ്പെരിയാർ ഒരിക്കലും ഒരു വാട്ടർ ഷെയറിങ് കരാറല്ല. ഇപ്പൊ പറമ്പിക്കുള്ള അളിയാർ പോലെയോ അല്ലെങ്കിൽ കാവേരി കരാർ പോലെയോ അല്ല. നമ്മൾ കുറേ സ്ഥലം അവർക്ക് പാട്ടത്തിന് കൊടുത്തുള്ളതാണ്. ആ പാട്ടത്തിന് കൊടുത്ത സ്ഥലത്ത് അവർ അണ കെട്ടിയേക്കുക, അവരവിടുന്ന് വെള്ളം കൊണ്ടുപോകണം. ഇതാണ് 999 വർഷത്തേക്ക് നിലനിൽക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിലെ ഒരു കരാർ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എവിടെയാണ് ഡാം കെട്ടുക? ഇതിന് പുറത്തല്ലേ. ഇപ്പോഴുള്ള ഡാം ഏരിയയിൽ കെട്ടാൻ പറ്റും. ഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് പോലെയല്ല.
ഒരു വീട് നിൽക്കുന്നിടത്ത് വേറൊരു വീട് കെട്ടാൻ പറ്റില്ല, അതുപോലും ഇല്ല. പറ്റില്ല. അതെ. വേറെ സ്ഥലത്ത് വേണ്ടേ കെട്ടാൻ? അതെ. വേറെ സ്ഥലത്ത് കിട്ടിയാൽ അതെങ്ങനെ മുല്ലപ്പെരിയാറാവും? ചോദ്യമാണ്. അത് വേറൊരു കോൺട്രാക്ട് അല്ലേ? അതെ. വേറൊരു കോൺട്രാക്ട് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതാ തമിഴ്നാട്ടുകാർ സമ്മതിക്കാത്തത്. കാരണം ഇപ്പോൾ ഉള്ള കരാർ അവസാനിക്കും. അതെ. 999 വർഷത്തേക്കുള്ള കരാർ അവസാനിക്കും. ഉം. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ തമിഴ്നാട്ടുകാരെ കുറ്റം പറയുന്നതല്ല, അതെ. നമ്മളെക്കാൾ ജലസാക്ഷരതയുള്ള ആളുകൾ അവർ. അതെ. അവർക്കറിയാം ഈ ഡാം അവരുടെ 6 ജില്ലകളെ പച്ചയാക്കി നിർത്തുന്ന ഈ ഡാമാണ്. അതെ. അല്ലെങ്കിൽ 6 ജില്ലകൾ വറ്റി വരണ്ടു പോകും. ഉം. ഒരു കൃഷിയും സാധ്യമല്ല. 6 ജില്ലകളിൽ കൃഷി സാധ്യമില്ലെങ്കിൽ കേരളത്തിന്റെ മാതിരിയല്ല, അവരുടെ കാര്യം മഹാ അബദ്ധമാണ്. ഉം. കാരണം അവർ കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യരാണ് അവിടെ കർഷകരുണ്ട്. ഉള്ളത്. അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തിന്റെ മേലുള്ള നിയന്ത്രണം അവർക്ക് വളരെ നിർണായകമാണ്. അവിടെയാണ് നമ്മൾ വെള്ളം കൊടുക്കാം എന്നൊരിക്കൽ നമ്മൾ പറഞ്ഞു. അതെ. നമ്മൾ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താ? അതെ. ഞാൻ സൗജന്യമായി എടുക്കുന്ന ഒരു സാധനം ഉം. നിങ്ങൾ തരിക എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമുണ്ട്. അതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ തരാതിരിക്കാം. തരാതിരിക്കുക. പുതിയ കരാറാണ്. അതെ. വെള്ളം കൊടുക്കാൻ കരാറാണ്. അതെ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ഡാം പണിയുന്ന സ്ഥലമടക്കം ചേർത്ത് അതിന് ഒരുപാട് ആയിരക്കണക്കിന് ഇത് വരും, ഏരിയ വരും അല്ലേ? അതെ. ആ ഏരിയ കൂടി അത് അതിന്റെ പാരിസ്ഥിതിക പ്രശ്നം വേറെ. ഉം. ആ ഏരിയ കൂടി കെട്ടി അതിനേക്കാൾ വളരെ താഴെയാണ് ഡാം കെട്ടണേ. അതെ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒപ്പമെങ്കിലും നിൽക്കണമല്ലോ വെള്ളം. തീർച്ചയായിട്ടും. ഇതിന്റെ ഒപ്പം കിട്ടണമെങ്കിൽ നമുക്ക് ഏതാണ്ട് 200, ഇപ്പൊ 152 അടിയുള്ളത് ഒരു 200 അടി കൂടി കൂട്ടി ഒരു 350 അടിയിൽ ഉയരത്തിലൊരു ഡാം വേണം. അതെ. 350 അടി ഉയരത്തിൽ ഒരു ഡാം കേരളം കിട്ടി. അപ്പോൾ അതിന്റെ ഏരിയ നോക്കിക്കോളൂ, ഇപ്പോൾ അതിന്റെ അതേ ഇരട്ടിയൊക്കെ കൂടുതൽ വരും. ഏരിയ വരും. അത്ര ഏരിയയിൽ വെള്ളം നിർത്തി വെള്ളം തമിഴ്നാടിന് കൊടുക്കാമെന്ന് നമ്മൾ ഈ പറയുന്ന മലയാളം. അതെ. മനസ്സിലായോ? അത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒരു കാരണവശാലും ആ പഴയ കരാർ നിലനിൽക്കില്ല. റദ്ദാക്കപ്പെടും. ഇനി പുതിയ കരാറിന് പുതിയ ഡാമിന് പഴയ കരാർ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഒരിക്കലും സാധ്യമല്ല. കാരണം നിങ്ങൾ ആരെങ്കിലും 999 വർഷത്തേക്ക് കരാർ ഇടുമോ? ഇല്ല. ഇനി ബാക്കിയുള്ള 800 850 വർഷത്തെ കൂടുതൽ ബാക്കിയുണ്ട്. അതെ. 850 വർഷത്തേക്ക് ബാക്കിയുള്ള ഒരു കരാർ ഇടാന്ന് പറയോ? ഇല്ല. പറയില്ല. അപ്പൊ പഴയ കരാർ നിലനിൽക്കില്ല. അതെ. അതിനെ തമിഴ്നാട് വേണ്ടെന്ന് പറയുന്നത്. അതെ. പൊളിറ്റിക്കലി തമിഴ്നാട് ഇത് വേണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം പറയുന്നു. അതാണ്. ഇനി ഡാം പൊട്ടുമോ എന്നുള്ളത് നമ്മളെക്കാൾ ആശങ്കപ്പെടുന്നത് ശരിക്കും തമിഴ്നാടാണെന്ന് ഞാൻ പറയാം. അതെ. അതിന് കാരണം ഈ ഡാമിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കാതിരിക്കട്ടെ. തകരാറ് സംഭവിക്കണമെങ്കിൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് ഭൂചലനം, ഉം. അല്ലെങ്കിൽ ഓവർഫ്ലോ. യെസ്. ഈ ഗ്രാവിറ്റി ഡാമിന് 2 സാധ്യത അതാണ്. ആ. ഇപ്പൊ ഭൂചലനം ഉണ്ടാവുകയാണെങ്കിൽ 6 നമ്മളൊരു വലിയ പഠനം നടത്തി സുപ്രീം കോടതി കൊണ്ടുകൊടുത്തു. ഉം. റൂർക്കി IIT-യുടെ ആ. അതായത് ഭൂചലനം 6.5 റിക്ടർ സ്കെയിൽ ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം തകരും. ഉം. അതുപോലെ 70 സെന്റിമീറ്റർ മഴയൊറ്റ ഒരു ദിവസം പെയ്താൽ ഉം. മുല്ലപ്പെരിയാറിന്റെ ആവാഹ പ്രദേശം ചെയ്താൽ ഓവർഫ്ലോ ചെയ്യും. അതെ. ഈ രണ്ടും പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ 6.5 റിക്ടർ സ്കെയിലിൽ അവിടെ ഭൂചലനം ഇടുക്കിയിലുണ്ടായാൽ ഉം. ചെറുതോണി ഡാം നിൽക്കുമോ? നിൽക്കത്തില്ല. കുളമാവ് ഡാം നിൽക്കുമോ? നിൽക്കത്തില്ല. 14 ഡാമുണ്ട് ഇടുക്കി ഇടുക്കി ജില്ലയിൽ. ജില്ലയിൽ 14 ഡാം. ഇതിൽ ഏത് ഡാം പൊട്ടിയാലും മുല്ലപ്പെരിയാറിനേക്കാൾ വലുതാ. അതെ. അപ്പോൾ ഇടുക്കി ചെറുതോണിയാണെങ്കിലും ഇടമലയാറാണെങ്കിലും തകരാറായാൽ ആ. അത് മുല്ലപ്പെരിയാർ ഉണ്ടാക്കുന്നതിന്റെ 10 ഇരട്ടി ആഘാതം ഉണ്ടാക്കും. ഉണ്ടാകും. ഇല്ലേ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ ആർഗ്യുമെന്റിൽ പറ്റിയ മിസ്റ്റേക്കുകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, അത് എങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അത് അതെ. യഥാർത്ഥത്തിൽ കേരളം ആവശ്യപ്പെടേണ്ടത് 136 വർഷം പഴക്കമായ ഈ ഡാം ഡേഞ്ചറസ് ആണ്, അതുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. യെസ്. പുതിയ ഡാം ഉണ്ടാക്കണമെന്ന് കേരളം ആവശ്യം. കേരളത്തിന് എന്തിനാ പുതിയ ഡാം? അതെ. നമ്മൾ അങ്ങനെയല്ലേ ആവശ്യമില്ല. ഒരു ആർഗ്യുമെന്റ് സൈക്കിൾ നമ്മൾ എന്താ പറയാ? ഡീകമ്മീഷൻ ചെയ്യാൻ നമ്മൾ ഡീകമ്മീഷൻ ചെയ്യണം എന്നാ പറയേണ്ടത്. പക്ഷെ കേരളം ഒരിക്കലും പറയാതിരുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിലാണ് ഒരു സ്വാർത്ഥതയുണ്ട്. അതെ. പുതിയ ഡാം ഒരു സ്വാർത്ഥതയാണ്. അത് അതെ. നിർമ്മാണ കമ്പനി ഒക്കെ ഉണ്ട്. അതിന് അനുമതി കിട്ടില്ല എന്നുള്ളത് അതെ. ഞാൻ പറയാം. അതെ. അതിപ്പോ തമിഴ്നാട് സമ്മതിക്കാൻ പോണില്ല. പെരിയാർ ടൈഗർ റിസർവിലെ ഡാം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ആ. ഇന്നത്തെ അവസ്ഥയിൽ പാരിസ്ഥിതികമായി അതിന് അനുമതി കിട്ടാൻ വഴിയില്ല. ഉം. പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. ഉം. പക്ഷെ പ്രധാന പ്രശ്നം അതല്ല. എന്തിനാ പുതിയ ഡാം വേണം നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് അതെ. അവിടെയാണ് അതിൽ ചതി. ഞാൻ അതിൽ കാണുന്ന ഒരു കാര്യം അതും കൂടി എൻ്റെ കൂടെ പറഞ്ഞേ പറ്റൂ. ഉം. പുതിയ ഡാം വേണമെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയാണ്ട് പറയുന്നവരാണ് കുറേ ആളുകളെങ്കിൽ. ഉം. കുറേ ആളുകൾ അറിഞ്ഞിട്ട് തന്നെ പറയുന്നവർ. അവർക്ക് ഇപ്പോ നമ്മുടെ മറ്റേ കുമിളിയിലെ ടൂറിസം ഉണ്ട്. യെസ്. കുമിളിയിലെ ടൂറിസം എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ് പ്രധാനം. ബോട്ടിംഗ്. ആ ബോട്ടിംഗ് നടത്തുന്ന ഏത് ഡാമിലാ? ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിലാ. മുല്ലപ്പെരിയാർ ഡാമിൽ തന്നെ. മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്ത് അവർക്ക് ബോട്ടിംഗ് നടത്താൻ പറ്റില്ല. പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ കുമിളിയിലെ ടൂറിസമാണ് ഇതിൽ പ്രധാനമായി വരുന്നത്. വരുമാനവും. അല്ലെങ്കിൽ കേരളം പറയേണ്ടത് എന്താ? ഉം. ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം തന്നെയാണ്. ഉം. കാരണം 136 വർഷം പഴക്കമായ ഡാം നിർത്താൻ പാടില്ല. അതെ. ഇത് ഡീകമ്മീഷൻ ചെയ്യണം. അതെ. ഇത് ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഉം. അപ്പോ തമിഴ്നാടിന് വെള്ളം വേണ്ടേ? അതിനിപ്പോ ഞാൻ സുപ്രീം കോടതി പോയ ആളായി വിഷയത്തിൽ. ഉം. കേരളം തമിഴ്നാടും തമ്മിലുള്ള കേസിൽ സുപ്രീം കോടതി അഡ്മിറ്റ് ചെയ്ത ഒരു റിട്ട് എന്റെയാ, ആ. മൂന്നാമത്തെ കക്ഷിയായിട്ട്. അതെ. ആ റിട്ടിൽ വളരെ കൃത്യമായി നമ്മളൊരു നിർദ്ദേശം വെച്ചു. ഉം.
വിദഗ്ധ സമിതിയുടെ മുമ്പിൽ KT തോമസ് സമിതിയുടെ മുമ്പിലും വെച്ചു. അതെ. അവർ അംഗീകരിച്ചു. അത് അങ്ങനെ തന്നെ സുപ്രീം കോടതി വിധിയിലുണ്ട്. എന്താ സംഭവം എന്നറിയോ? ഉം. 104 അടിയിലേക്ക് ഡാം താത്തുക. ഉം. ഇപ്പൊ 136 142 ആണല്ലോ. അതെ. എന്നിട്ട് തമിഴ്നാട് 50 അടിയിൽ താഴെ ഒരു ടണൽ ഇടുക. ഉം. ഒരു ടണൽ അപ്പുറത്തേക്ക് ഇട്ടാൽ വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് വെള്ളം കൊണ്ടുപോകാം. അപ്പൊ ഈ ഡാമിലെ വെള്ളം 104 അടി കൂടുതൽ പൊങ്ങില്ല. 50 അടിയും ടണൽ ഇട്ടാൽ 104 അടി മാക്സിമം നിർത്താൻ ഒരു കാലത്ത് ഒരു അപകടം ഉണ്ടാവില്ല. കാരണം അപ്പോ പല കോണിൽ നിന്നും ഈ ഭയാനകമായ ഭീതിതമായ രീതിയിൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും, നാളെ പൊട്ടും എന്നൊക്കെ രീതിയിലുള്ള ഭയാശങ്ക വളർത്തുന്നു ഞാൻ അതിന് പല എതിരാണ്. കോണിലും. ഞാൻ അതിന് വളരെ എതിരാണ്. ഞാൻ പറഞ്ഞില്ലേ 6.5 റിച്ചർ സ്കെയിലിൽ ഭൂചലനം ഉണ്ടായാലോ അല്ലെങ്കിൽ 70 സെന്റിമീറ്റർ മഴ അതിന്റെ ആവാഹ പ്രദേശത്ത് ഒരു ദിവസം പെയ്താലോ മുല്ലപ്പെരിയാറിലെ തകരാറുണ്ടാവാം. ഉം. അതാണ് നമ്മുടെ വാദം. അതെ. ഇനി മുല്ലപ്പെരിയാറിന്റെ തകരാറ് 4 പഞ്ചായത്തുകൾക്ക് നേരിട്ടാണ്. ഉം. അപ്പൊ അതിന് മുമ്പുള്ള ഉം. ആ 4 പഞ്ചായത്ത് ഇടുക്കി എത്തുന്നത് വരെ, അതെ. ഇടുക്കി ഡാം അല്ലെങ്കിൽ ഇടുക്കി റിസർവോയർ എത്തുന്നത് വരെ ഉം. ഉള്ള 4 പഞ്ചായത്തുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാം. അതെ. അവിടെ എന്തെങ്കിലും ഉണ്ടാവാം. ആ. അതും അവിടെ ജനവാസം താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളാണ്. പക്ഷേ ഇടുക്കിയിലതെത്തുമ്പോൾ അത് ഈ പറഞ്ഞ ഡാമിലെ വെള്ളം മാത്രമല്ല, ഡാമിന്റെ അവശിഷ്ടങ്ങളും ഭരണ വഴിക്കുള്ള സാധനങ്ങളും എല്ലാം കൂടി വരും. നമ്മളിപ്പോൾ അതെ, അതെ. കണ്ടതാണല്ലോ അതെ, അതെ. ഉരുൾപൊട്ടിയപ്പോൾ. മൊത്തം അത് വന്നാൽ ആ സമയത്ത് ഇടുക്കിയുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നുള്ളതും കൂടി ആലോചിക്കണം. അതെ. മുല്ലപ്പെരിയാർ പൊട്ടി വന്ന ഉടനെ ഇടുക്കിയുടെ പൊട്ടി പോരില്ല. അതെ. ഇവര് അങ്ങനെ ഒരു ഭാവനയൊന്നും വേണ്ട നമുക്ക്. അതെ. ഇടുക്കിയുടെ കണ്ടീഷൻ എന്താണ്? ഇടുക്കി ഫുള്ളായിരുന്നു. ഉം. ഇടുക്കിയുടെ 5-1 കപ്പാസിറ്റി ഉള്ള മുല്ലപ്പെരിയാർ. ഉം. മനസ്സിലായി? അതെ. ഇപ്പൊ ഇടുക്കിയിൽ ഇപ്പോ ഇന്നലെ എന്ന് പറഞ്ഞാൽ 69% വെള്ളമേ ഉള്ളൂ. ഉം. 70% വെള്ളമേ ഉള്ളൂ. ആ. 70% വെള്ളം സമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടി വന്നാൽ മുല്ലപ്പെരിയാർ ചിലപ്പോൾ ഇടുക്കി താങ്ങിയേക്കും. ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ആ. പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഉം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 4 ജില്ലയുടെ കണക്കൊന്നും ഒരു അർത്ഥമില്ല. അതെ. ഇനി ഈ 6.5 റിച്ചർ സ്കെയിലിൽ അപകടം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ മാത്രമല്ല ചെറുതോണി പൊട്ടില്ല എന്ന് എന്താ ഉറപ്പുന്നേ? അതെ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ ഒരു മുല്ലപ്പെരിയാർ എന്നൊരൊറ്റ വിഷയം നമ്മുടെ നമ്മളൊക്കെ അങ്ങനെയാണ്. അതെ. ഒരു വിഷയം ഒരു സെൻസേഷണൽ ആക്കുകയും അതെ. ആ വിഷയം അങ്ങ് ബഹളാക്കുകയും ചെയ്യാം. ഇപ്പൊ ബഹളമാക്കുക നാളെ ചെറുതോണി ഡാം പൊട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് 60 വർഷം കഴിഞ്ഞാണ്. അതെ. അപ്പൊ മാത്രമല്ല ചെറുതോണിന്റെ ഒരു ഷട്ടർ തുറന്നു വിട്ടിട്ടാണ് 2 ഷട്ടർ തുറന്നു വിട്ടിട്ടാണ് അതെ. നമ്മളിവിടെ പ്രളയം കണ്ടത്. കുട്ടനാടും ഒക്കെ നമ്മൾ എല്ലാം കണ്ടു. മുങ്ങിയത്. അതെ. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതുണ്ടാക്കുന്നതിനെ അനുകൂലിക്കുന്ന ആളല്ല. വെറുതെ ആളുകളിൽ ആശങ്ക ഉണ്ടാക്കി പടർത്തി ചെയ്യേണ്ടതല്ല. മുല്ലപ്പെരിയാർ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട ഒരു വിഷയമാണ്. പൊളിറ്റിക്കൽ ഡിസിഷനാണ് അതിൽ വേണ്ടത്. അതെ. ഇപ്പൊ ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സമയമാണ്. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ സൗഹൃദമുള്ള 2 സർക്കാരുകൾ നിൽക്കുകയാണ്. ഈ 2 സർക്കാരുകൾ ഉം. ഇവരുടെ അവിടുത്തെ കർഷകരുമായിട്ട് ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചതാണ്. ഉം. ഈ ടണൽ എന്ന സംഭവത്തോട് അവിടുത്തെ കർഷകർക്ക് ഒരു വിരോധമില്ല. കാരണം അവർക്ക് വെള്ളം കിട്ടിയാൽ മതി. അതെ. വൈഗ അടക്കം നിരവധി ഇടങ്ങളിൽ അവർ വേറെ ഡാംസ് ഉണ്ടാക്കിയിട്ടുണ്ട് താഴെ. എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇവിടുന്ന് എടുത്തോട്ടെ, ഉം. പക്ഷെ ശേഖരിക്കുന്നത് അവിടെയായിരിക്കും. ഉം. അതെ. ഈ പഴക്കമുള്ള ഡാമിൽ ഇത് ശേഖരിച്ച് അപകടമാക്കരുത്. അതെ. ഇനി മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിനൊന്നും സംഭവിച്ചില്ല എന്ന് വെക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. ആ. പിന്നെ തമിഴ്നാടിന്റെ കാര്യം കട്ടപ്പോകയല്ലേ? ആരെങ്കിലും തമിഴ്നാട്ടിൽ പിന്നെ വെള്ളം കൊടുക്കുമോ? പിന്നെ ഇവിടെ ഡാം ഉണ്ടാവും? സാർ ഇപ്പോൾ പറഞ്ഞ പോലെ പശ്ചിമഘട്ടം നമുക്ക് കിഴക്കൻ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട പേടിയാണെങ്കിൽ അറബിക്കടലാണ് പടിഞ്ഞാറൻ തീരത്തെ പ്രശ്നം. ഇപ്പൊ ചെല്ലാനമാണെങ്കിലും ശംഖുമുഖമാണെങ്കിലും നമ്മൾ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ എപ്പോഴും നോക്കുന്നത് ശംഖുമുഖം ബീച്ച് ഇന്നില്ല. ഇല്ല. ചെല്ലാനം ഇന്ന് പകുതിയോളം ചെല്ലാനം ഇന്ന് കടലെടുത്തു. ഇപ്പൊ ഈ ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തണമെങ്കിൽ അതിന് കൃത്യമായ മറ്റൊരു പാറ്റേൺ കൊണ്ടുവരണ്ടേ? ഇപ്പൊ ഗ്രോ ബാഗ് ഒക്കെ അവർ കാലാകാലങ്ങൾ കൊണ്ട് പറഞ്ഞിട്ടൊന്നും ഇത് വലിയ കൃത്യമായ ഒരു നടപ്പിലാക്കൽ അവിടെ നടന്നിട്ടില്ലല്ലോ. അല്ല, ഒരു കാര്യം, ഇന്നത്തെ കാലാവസ്ഥാ മാറ്റത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ കടലിൽ എത്ര വലിയ മതിൽ കെട്ടിയാലും സീബോൾ കെട്ടിയാലും അതിന് പരിഹാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ തന്നെ ഇഫക്റ്റ് കൊണ്ടുണ്ടാകും. ഇപ്പൊ ആലപ്പാട് അതെ. കൊല്ലത്തെ ആലപ്പാട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് 10-1 കുറഞ്ഞു കഴിഞ്ഞ 10-20 വർഷത്തിനിടെ. മണലെടുത്ത് തോട്ടപ്പള്ളിയിൽ ഇപ്പോഴും ഖനനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഇപ്പുറത്ത് പുറക്കാട് പ്രദേശങ്ങളിലും വലിയ തോതിൽ കടലെടുത്തുകൊണ്ടിരിക്കുന്നു. ചെല്ലാനും കടലെടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, ചെല്ലാനെന്നല്ല, കൊച്ചിക്ക് തെക്കോട്ട് കടലെടുക്കുന്നതിന്റെ കാരണം നമ്മുടെ ഡ്രഡ്ജിങ് ആണ്. തുറമുഖത്തിന്റെ, വല്ലാർപാടത്തിന്റെയും കൊച്ചി തുറമുഖത്തിന്റെയും ഷിപ്പ് യാർഡിന്റെയും കുറഞ്ഞ തോതിൽ ആ ഡ്രഡ്ജ് ചെയ്യുന്ന തോറും അത്രയും മണ്ണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കൊച്ചി തുറമുഖത്തിന്റെ ഡ്രഡ്ജിങ് നമുക്ക് കുറയ്ക്കാൻ വേറെ വഴിയില്ല. ചിലപ്പോൾ കപ്പൽ കയറാൻ വേണ്ടി വരും. അങ്ങനെയാണ് എന്ത് ചെയ്യണം? ആ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് ചെല്ലാനത്ത് പോകണം. അതാണ് ചെല്ലാനക്കാർ ആവശ്യപ്പെടുന്നത്. അല്ലാണ്ട് അവിടെ ഗ്രോ ബാഗോ സിറ്റി ഒന്നുമല്ല ഇടേണ്ടത്. ഇപ്പൊ അവരെന്താ ചെയ്യണമെന്ന് അറിയോ? ഈ വലിയ തോതിൽ ഡ്രഡ്ജ് ചെയ്തത് കൊച്ചിൻ പോർട്ടാണ് ഡ്രഡ്ജ് ചെയ്യണത്. അത് അതിന്റെ സാമ്പത്തികം വേറെ, വല്ലാർപാടത്തിനുണ്ട്, കൊച്ചിൻ പോർട്ട് വലിയ നാശം സംഭവിക്കുകയാണ്. ആ മണ്ണ് യഥാർത്ഥത്തിൽ നമുക്ക് പടിഞ്ഞാറ് തീരത്ത്
എവിടുന്നാണോ മണ്ണ് വരുന്നത് അവിടെ കൊണ്ടിടാനുള്ള ടെക്നോളജി ഉണ്ടോ? ചെയ്യാലോ. അതെ. തെലങ്കാനക്കാർ ആവശ്യപ്പെടുന്ന അതാണ്. ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ഇട്ടാൽ അവിടെ കൂടുതൽ മണ്ണ് വരുന്നതോടുകൂടി ഇതിന്റെ ആഘാതം കുറയും. അതെ. അവിടെ നിന്നുള്ള മണ്ണാണ് എടുത്തു പോയിട്ടുള്ളത്. അപ്പം എവിടെ നിന്ന് എടുത്തു പോയെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് ഇടാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ചില സൊല്യൂഷൻസ് എങ്കിലും അവർ പറയുന്നത് ഈ 1000 കോടി രൂപയൊന്നും വേണ്ട, 10-50 കോടി രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം 50 കോടി രൂപ ചെലവാക്കിയാൽ ഈ അന്ധകാരനഴി വരെ ഫോർട്ട് കൊച്ചി ബീച്ച് പോലും രക്ഷപ്പെടുത്താം. ഫോർട്ട് കൊച്ചി ബീച്ച് നമുക്കില്ല, ഏതാണ്ട് തീർന്നു, ഏകദേശം തീർന്നു. ഇപ്പോ മറ്റേ ഇവിടെ ഇടവനക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ വർഷം വളരെ ശക്തമാണ്. അപ്പൊ ചെറായി ബീച്ചിന്റെ കാര്യം അധികം ആയിസില്ല. ചെറായി ബീച്ചിന്റെ കാര്യമില്ല. ശംഖുമുഖം നിങ്ങൾ നേരത്തെ പറഞ്ഞു. വർക്കല ബീച്ച് ഇപ്പൊ ഇത്തവണ മറ്റേ ഇടിയിലും പിടിയിലും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളൊന്നായ ടൂറിസം തന്നെ വലിയ ദുരന്തത്തിലായിരിക്കുന്നു. കാരണം മൂന്നാറിൽ നമ്മൾ കഴിഞ്ഞ 2018-ലും 2019-ലും ഒക്കെ കണ്ടതാണ്. മൂന്നാറിൽ ഇപ്പോഴും ഒരു നിയന്ത്രണമില്ലാതെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഉരുൾപൊട്ടൽ മുണ്ടക്കയിലുണ്ടായ സാധനം മൂന്നാറിലാണ് ഉണ്ടായെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതൊരു സീസണിലും കൂടിയാണ് ഉണ്ടായെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. 10 ഇരട്ടി ദുരന്തം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കണക്കാക്കി നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറഞ്ഞ ആളുകൾക്ക് ദേഷ്യം ഉണ്ടാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, പരിസ്ഥിതി എന്തോ വികസന വിരുദ്ധാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ പരിസ്ഥിതി പറയണ്ട, സർവൈവൽ പറഞ്ഞാൽ മതി, ഡിസാസ്റ്റർ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ഉണ്ടായാൽ മതി, പരിസ്ഥിതി ദുർബല പ്രദേശം എന്ന് നിങ്ങൾ പറയുകയേ വേണ്ട. പരിസ്ഥിതി എന്ന് പറഞ്ഞാലേ വിഷമമുള്ളൂ. അപ്പോൾ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പശ്ചിമഘട്ടം പോലെ തന്നെ കടലോരവും ഇടനാടും ഉണ്ട്. കൊച്ചി അടക്കമുള്ള പ്രദേശങ്ങൾ, കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങൾ വലിയ തോതിൽ വെള്ളക്കെട്ടും വലിയ തോതിൽ ജലം ഉയർവുണ്ട്. ഇപ്പൊ കള്ളക്കടൽ എന്ന് പറഞ്ഞ പ്രതിഭാസം അത് ഒരു പ്രദേശത്ത് മാത്രമേ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. അത് എവിടെ വേണമെങ്കിൽ വരാം. അങ്ങനെ വന്നാൽ നമ്മുടെ ഐലൻഡോ വൈപ്പിനോ ഒക്കെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വേണമെങ്കിൽ സംഭവിക്കാം. കാരണം ഇപ്പൊ പഴയൊരു പാറ്റേൺ അല്ല കടലിനുള്ളത്, കാലാവസ്ഥയ്ക്കുള്ളത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇനി ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനേക്കാൾ ഡെവലപ്മെന്റൽ എക്കോണമിയേക്കാൾ സർവൈവൽ എക്കോണമിയിലേക്ക് പോകണമെന്നാണ് ഞാൻ പറയുള്ളൂ. ബാക്കി നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇൻഫോ പാർക്കിൽ വരെ വെള്ളം കയറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്. ഇൻഫോ പാർക്കിൽ വരെ വെള്ളം കയറിയ വർഷം അത് നമ്മൾ സംസാരിക്കണം. അപ്പൊ എവിടെയും വരെ അപകടം എന്നുള്ളതാണ്. മുൻകരുതലുകളാണ് എടുക്കേണ്ടത്. എന്തായാലും ഇത്ര നേരം പ്രതികരിച്ചതിന് വളരെ നന്ദി സാർ. നമസ്കാരം.